Good morning, everyone. How are you? All of you fine? I think all of you fine. Yes. The last class. Welcome to our Hindi class. In the last class, we have discussed about those Singwali Pari story. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Today we are going to start activities page number 45. All of you open page number 45. First activity Shabdarth, word meaning ആണ്. Some important word meanings is the listen. All of you listen well. Kripa mercy, Kripa daya mercy, Makhmal komal soft, Drishti nazar sight, Kamzor shaktihin weak, Sphurti furti laban the energy agility. അപ്പോൾ എനർജി എന്ന് പഠിച്ചാൽ മതി, എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. സ്വർ ആവാസ് സൗണ്ട്, പ്രാതഃ സവേര സുബഹ് മോർണിംഗ്, अपराध करने वाला क्रिमिनल, दुर्भाग्य बुरा भाग्य बैड लक, दुर्भाग्य बुरा भाग्य बैड लक, आदत स्वभाव नेचर, स्वादिष्ट अच्छे स्वाद वाला टेस्टी, असंभव जो हो न सका हो, ഇമ്പോസിബിൾ. അപ്പോൾ വേർഡ് മീനിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഡിറ്റേഷൻ ഇടുക. ഡിറ്റേഷൻ ഇട്ടിട്ട് ഒരു 10 വേർഡ്സൊക്കെ ഡിറ്റേഷൻ ഇട്ടാൽ മതിയാവും. ഏതെങ്കിലും ഒരു 10 വേർഡ്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഡിറ്റേഷൻ ഇട്ടിട്ട് നോക്കാതെ എഴുതിയിട്ട് മാർക്ക് റൗണ്ട് ചെയ്തവിടെ വെക്കുക. ഞാൻ ആവശ്യപ്പെടും, അപ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. नेक्स्ट प्रश्नों के उत्तर दे. आंसर दिस क्वेश्चन. मौखिक क्वेश्चन, ओरल क्वेश्चन. फर्स्ट क्वेश्चन, लेखक के घर में किस चीज़ की कभी कमी नहीं रही? ലേഖകൻ്റെ വീട്ടിൽ ഇത് സ്റ്റോറി എഴുതിയ ആളാണല്ലോ ലേഖകൻ. ലേഖകൻ്റെ വീട്ടിൽ എന്ത് വസ്തുവിൻ്റെ കുറവാണ് ഉണ്ടാകാത്തത്? ഒരു വസ്തുവിൻ്റെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് വസ്തുവാണ്? ഏത് വസ്തുവാ? പശു പക്ഷിയോങ്കി. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എഴുതുക, സ്കിപ്പ് ചെയ്യുക, ക്വസ്റ്റ്യൻ വേർഡ് അണ്ടർലൈൻ ചെയ്യുക, സ്കിപ്പ് ചെയ്യാനുള്ളത്. ഏതാണോ സ്കിപ്പ് ചെയ്യാനുള്ളത്, ക്വസ്റ്റ്യൻ വേർഡാണല്ലോ സ്കിപ്പ് ചെയ്യുക, അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പം കിസ് ചീസ് എന്നാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതും ആൻസറിൽ. അപ്പോൾ എങ്ങനെ ആൻസർ വരും? ലേഖക് കെ ഘർ മേ പശു പക്ഷിയോങ്കി കഭി കമി നെഹി രഹി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്കിപ്പ് ചെയ്തിട്ട് എഴുതേണ്ട ആൻസറാണ്. ഇത് മാത്രം എഴുതിയാൽ പോരാ. പശു പക്ഷിയോ അതാണ് സ്കിപ്പ് ചെയ്തിട്ട് എഴുതേണ്ടതാണ്, മറന്നു പോകരുത്. ഫുള്ളായിട്ട് എഴുതണ ആൻസർ. ലേഖക് കെ ഘർ മേ പശു പക്ഷിയോങ്കി കഭി കമി നെഹി രഹി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ധാരാ കെ കിനാരെ ഖഡേ ബഗുലെ ക്യാ കർ രഹേ ഥേ. എന്താണ്? നദീതീരത്തുള്ള കൊക്ക് ബഗുലെ ക്യാ കർ രഹേ ഥേ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ മേ ക്യാ ക്വസ്റ്റ്യൻ വേർഡ്, സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ്. ക്യാ അണ്ടർലൈൻ ചെയ്യുക, അത് ആൻസറിൽ ഒഴിവാക്കിയിട്ട് ആ ക്യാ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ധാരാ കെ കിനാരെ ഖഡേ ബഗുലെ മछलियों का शिकार कर रहे थे. मछली मीन्स फिश. मछलियों को शिकार कर रहे थे. അപ്പോൾ ധാരാ കെ കിനാരെ ഖഡേ ബഗുലെ ക്യാന്ന് എവിടെയാണോ ക്വസ്റ്റ്യനിലുള്ളത് അതേ സ്ഥലത്താണ് ആൻസറിൽ ഇത് ചേർക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതണം ആൻസർ? ധാരാ കെ കിനാരെ ഖഡേ ബഗുലെ മछलियों को शिकार कर रहे थे എന്ന് തന്നെ ആൻസറിൽ നിർബന്ധമായിട്ടും വേണം. തേർഡ് ക്വസ്റ്റ്യൻ,
लेखक ने बकरी को बच्ची क्यों समझा? लेखक ബക്കരിയെ ആ സ്മോൾ ബേബി ഗോട്ടിനെ എന്തുകൊണ്ടാണ് ബേബി ഗോട്ടിനെ ബച്ചി എന്ന് വിളിക്കാൻ കാരണം? എന്താ? ഉസ്കെ പാവ് ടേട്ടേ മേട്ടേ പട് രഹേ ഥേ. അതിൻ്റെ കാലെന്താണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് കുട്ടിയായിട്ട് അതിനെ സങ്കല്പിച്ചത്. അപ്പോൾ ലേഖകനെ ബക്കരിക്കോ ബച്ചി ക്യോം സമച്ച എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ്, അത് അണ്ടർലൈൻ ചെയ്യാം. ക്യോം സമച്ച എന്ന് ഒഴിവാക്കിയിട്ട് അവിടെ എഴുതുക ഇസ്ലിയെ സമച്ച. ഇതുകൊണ്ടാണ് മനസ്സിലാക്കിയത്. സമച്ച കി ചലത്തെ സമയെ चलते समय पाव, उसके पाव वाले लेग टेटे मेटे पड़ रहे थे. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതുവരെ എഴുതണം? ലേഖകനെ ബക്കരിക്കോ ബച്ചി ഇസ്ലിയെ സമച്ച കി ചലത്തെ സമയ നടക്കുന്ന സമയം പാവ് ടേട്ടേ മേട്ടേ പട് രഹേ ഥേ. അതിൻ്റെ കാലെന്താണ്? ടേട്ടേ മേട്ട ഉറച്ചിരുന്നില്ല നിലത്ത്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. മാലിനെ ബക്കരിക്ക ക്യാ കിയ? മാലി ഗാർഡനർ ബക്കരിയെ ആ ബേബി ഗോട്ടിനെ എന്ത് ചെയ്തു? ക്യാ കിയ അപ്പനെ ഘർ. അപ്പോൾ ക്യാ കിയ എന്നാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ വേർഡ്, ക്യാ കിയ. ദെൻ റൈറ്റ് अपने घर ले आया. माली ने बकरी का अपने घर ले आया. അപ്പോൾ ക്യാ കിയാന്ന് ക്വസ്റ്റ്യൻ വേർഡ് അത് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അപ്പനെ ഘർ ലേ ആയ. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതണം, മാലിനെ ബക്കരി കാ അപ്പനെ ഘർ ലേ ആയ. അപ്പോൾ വൺസ് മോർ പ്ലീസ് ലിസൺ. लेखक के घर में किस चीज़ की कभी कमी नहीं रही? आंसर എല്ലാവരും ശ്രദ്ധിക്കുക. लेखक के घर में पशु पक्षियों की कभी कमी नहीं रही. सेकंड वन, धारा के किनारे खड़े बगुले क्या कर रहे थे? धारा के किनारे खड़े बगुले मछलियों का शिकार कर रहे थे. അങ്ങനെ തന്നെ ആൻസർ എഴുതണം കേട്ടോ. लेखक ने बकरी को बच्ची क्यों समझा? लेखक ने बकरी को बच्ची इसलिए समझा कि चलते समय पाव टेटे मेठे पड़ रहे थे. माली ने बकरी का क्या किया? माली ने बकरी का अपने घर ले आया. ओके, हैव इट डन? यस, नेक्स्ट है लिखित क्वेश्चन. लिखित फर्स्ट क्वेश्चन, लेखक को बकरी कहाँ और किस हाल में मिली थी? ലേഖകന് ആടിനെ എവിടെ നിന്നാണ് എങ്ങനെയാണ് കിട്ടിയത്? ഏത് അവസ്ഥയിലായിരുന്നു കിട്ടിയത്? ലേഖകൻ. അപ്പോൾ നിങ്ങൾ എഴുതണം ലേഖക ഇതുപോലെ എഴുതിയാൽ മതി, ഒന്നും ആഡ് ചെയ്യണ്ട, ഒന്നും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ലേഖക കോ ബക്കരി ബക്കരി നദി കിനാരെ മിലി. എവിടെ കിട്ടിയത്? നദീ തീരത്ത് നിന്ന് അല്ലേ? നദി കിനാരെ മിലി. ഉസ്കി മാം യാ, ഏത് സാഹചര്യത്തിലാണ് കിട്ടിയെന്നുള്ളതിൻ്റെ ആൻസറാണ് ഉസ്കി മാം. ഉസ്കി മാം या कोई मालिक उसके आसपास
नहीं था. സെൻറ്റൻസും കൂടെ എഴുതാം. വഹ് ഭൂക്കി ധി, അവൾക്ക് നന്നായി വിശന്നിരുന്നു. ഭൂക്ക് പറഞ്ഞാൽ ഹംഗ്രി. ഭൂക്കി ധി, അവളെ നന്നായി വിശന്നിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ലേഖകന് ആരെ കിട്ടിയത്? ഗോട്ടിനെ കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലേഖകനെ ബക്കരി की किस कमज़ोरी के बारे में बताया. ഫസ്റ്റ് ലിഖിത ക്വസ്റ്റ്യനിൽ ഒന്നും അവോയ്ഡ് ചെയ്യാനില്ല, ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. സെക്കൻഡ് വണ്ണിലാണെങ്കിൽ കിസ് എന്നാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ലേഖകനെ ബക്കരിക്ക് കിസ് എന്നാണ് അതിലെ ക്വസ്റ്റ്യൻ വേർഡ്. കിസ് സ്കിപ്പ് ചെയ്തിട്ട് എഴുതാം. लेखकने बकरी की रंग बिरंगी तितलियों के पीछे भागने की कमजोरी के बारे में बताया. എന്താണ്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? രംഗ് ബിരംഗി തിത്തലിയോं के पीछे. കംസോരി പറഞ്ഞാൽ വീക്ക്നെസ്, ദൗർബല്യം. എന്ത് ദൗർബല്യത്തെ കുറിച്ചാണ് പറഞ്ഞത്? അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് സ്കിപ്പ് ചെയ്യുക. കിസ് എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ആ കിസിൻ്റെ അവിടെയാണ് എഴുതേണ്ടത് രംഗ് ബിരംഗി രംഗ് ബിരംഗി തിത്തലിയോं के पीछे पीछे भागने की. ബാക്കി ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. भागने की എന്താ എഴുതുക? कमज़ोरी के बारे में बताया. കംസോരി വീക്ക്നെസ്. രംഗ് ബിരംഗി തിത്തലി എന്നെന്താ? കളർഫുൾ ബട്ടർഫ്ലൈസ്. थर्ड वन, माली ने दादाजी से बकरी की शिकायत क्यों की. माली ने दादाजी से बकरी की शिकायत. शिकायत मीन्स कंप्लेंट. മാലി ഗാർഡനർ മുത്തശ്ശനോട്, ഗ്രാൻഡ് ഫാദർ, ദാദ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിനോട് എന്ത് കംപ്ലൈൻ്റ് ആണ് കൊടുത്തത്? ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ടത് ക്യോം കി. ക്യോം മാത്രമല്ല ക്യോം കി എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതുക, മാലിനെ ദാദാജി സെ ബക്കരി की शिकायत की. बकरी ने माली पर पीछे से बैकिल निन्नु सींगों से കൊമ്പ് കൊണ്ട് सींगों से वार किया था. കുത്തുക അല്ലേ? അവിടെ എന്ത് പണിയെടുക്കാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യും? ബാക്കിൽ നിന്ന് കൊമ്പുകൊണ്ട് കുത്താൻ ചെല്ലുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. മാലീനെ ദാദാജി സെ ബക്കരി की शिकायत की. പരാതി പറഞ്ഞു. की എന്തെന്നാൽ ബക്കരീനെ മാലി पर ബക്കരി മാലിയെ ഗാർഡനറെ പീച്ചെ സെ സീങ്കോം സെ വാർ കിയ. പിന്നിൽ നിന്നും കൊമ്പ് കൊണ്ട് എന്താണ്? ദ്രോഹിക്കുകയാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, माली ने बकरी के बारे में घर वालों को गलत और लेखक को सही सूचना क्यों दी थी. മാലി മീൻസ് ഗാർഡനർ ബക്കരിയെക്കുറിച്ച് വീട്ടുകാരോട്, ഗർവാല എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ഗലത്ത് പറഞ്ഞാൽ എന്താ? ഫാൾസ്, തെറ്റായിട്ടും ലേഖകനോട് ശരിയായിട്ടും സൂചിപ്പിക്കാൻ കാരണം എന്താണ്? അതായത് മനസ്സിലായില്ലേ? മുത്തശ്ശി പറഞ്ഞു എന്ത്? ബക്കരിയെ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ഗ്രാഹകനാരാ അവന് കൊടുക്കാൻ പറഞ്ഞു, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ പക്ഷേ മാലിക്ക് പാവം തോന്നി. എന്താ കാരണം? കണ്ണിലെ കണ്ണുനീര് കണ്ടു. അതുകൊണ്ട് പാവം തോന്നിയിട്ട് തൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഇത് എന്തുകൊണ്ടാണ്? ഗർവാല വീട്ടുകാരോട് കള്ളം പറഞ്ഞു. എന്താ? അതിനെ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്? 200 rupeesന് വിറ്റു എന്ന് പറഞ്ഞു. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലേഖകനോട് പറഞ്ഞു എന്ത്? അതെൻ്റെ വീട്ടിലുണ്ട് എന്നും പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം?
ചിന്തിച്ചെഴുതാനാണ് പറഞ്ഞത്. സോച്ച് കർ ലിഖിയെ, നിങ്ങളോട് ചിന്തിച്ചെഴുതാനാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ എഴുതി തരേണ്ടതല്ല, നിങ്ങൾ ചിന്തിച്ചെഴുതാനുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് ഒന്നും അവോയ്ഡ് ചെയ്യാനൊന്നുമില്ല. ഇതതുപോലെ തന്നെ എഴുതിയാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എഴുതി കഴിഞ്ഞതിന് ശേഷം. മാലീനെ बकरी के बारे में घर वालों को उनके नाराज होने के डर से गलत और लेखक को बकरी के प्रति अगाध प्रेम देखकर, प्रेम नहीं जानी, स्नेहम प्रति प्रेम देखकर सही सूचना दी. ഇനി ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. മാലി ലേഖക് കോ ബക്കരി കഹാം और किस हाल में मिली थी. ലേഖകന് ബക്കരിയെ എങ്ങനെ ഏതവസ്ഥയിലാണ് ലഭിച്ചത് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ലേഖക് കോ ബക്കരി നദി കിനാരെ മിലി. എവിടുന്നാണ് കിട്ടിയത്? നദീതീരത്തു നിന്നാണ് കിട്ടിയത്. ഉസ്കി മാ, അതിൻ്റെ അമ്മയോ, യാ കോയി മാലിക്, ഏതെങ്കിലും എന്താ മാലിക് മീൻസ് ഓണറോ അതിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ആസ്പാസ്, നിയർ ബൈ. വഹ് ഭൂഖി ഥി, അവൾ വല്ലാതെ വിശന്നിരുന്നു. അതാണ് ലേഖകോ ബക്കരി കഹാം മിലി. കഹാം അവർ കിസ് ഹാൽമേ, കഹാം എന്ന് പറഞ്ഞാൽ എവിടുന്നാണ്, അതിൻ്റെ ആൻസറാണ് നദി കിനാരെ മിലി. എവിടുന്ന് എന്നുള്ളതാണ്. ഉസ്കി മാം യാ കോയി മാലിക് ഉസ്കെ ആസ്പ, എങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് കിട്ടിയത്. വഹ് ഭൂഖി ഥി, അവൾ വല്ലാതെ വിശന്നിരുന്നു. മാത്രമല്ല അമ്മയോ അല്ലെങ്കിൽ ഒരു ഓണറൊന്നും അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. सेकंड क्वेश्चन, लेखक ने बकरी की किस कमजोरी के बारे में बताया. ലേഖകനെ ബക്കരിയുടെ എന്ത് വീക്ക്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്? തിത്തലിയോं के पीछे भागने की कमजोरी के बारे में बताया. രംഗ് ബിരംഗി തിത്തലിയോ, എന്താ കളർഫുൾ ബട്ടർഫ്ലൈസിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു വീക്ക്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. തേർഡ് വൺ, മാലിനെ ദാദാജി സെ ബക്കരിക്ക് ഷിക്കായത് ക്യോं की. മാലി ഗാർഡനർ എന്താണ് ബക്കരിയെക്കുറിച്ച് മുത്തശ്ശനോട് പരാതിപ്പെട്ടത്? മാലിനെ ദാദാജി സെ ബക്കരിക്ക് ഷിക്കായത് കി, എന്താണ് മാലി ഗാർഡനർ മുത്തശ്ശനോട് ബക്കരിയെക്കുറിച്ച് പരാതിപ്പെട്ടു. എന്തെന്നാൽ ബക്കരീനെ, ആട്, ഗോട്ട്, മാലി पर ഗാർഡനറിൽ പീച്ചെ സെ സിംഗോं से वार किया था. ബാക്കിൽ നിന്ന് എന്താണ് കൊമ്പ് കൊണ്ട് കുത്തുന്ന പരാതിയാണ് പറഞ്ഞത്. ലാസ്റ്റ് വൺ, സോച്ച് കർ ലിഖേ, ചിന്തിച്ചെഴുതാനാണ്. മാലിനെ ബക്കരി के बारे में घर वालों को गलत और लेखक को सही सूचना क्यों दी. മാലി ബക്കരിയെക്കുറിച്ച് വീട്ടുകാരോട് കള്ളവും അതുപോലെ തന്നെ ലേഖകനോട് സത്യവും പറയാൻ കാരണം എന്താണ്? മാലിനെ ബക്കരി के बारे में घर वालों को उनके नाराज होने के डर से, അവരെങ്ങാനും വഴക്ക് പറഞ്ഞാലോ, കൊണ്ട് വിൽക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടേ കിട്ടിയിട്ടില്ലേ, അതുകൊണ്ട് വീട്ടുകാരെങ്ങാനും നാരാസ് ഹോന എന്താ ചീത്ത പറയാം അല്ലേ. ഡർ പറഞ്ഞാൽ പേടി കാരണം, ഗലത്ത് തെറ്റും, അതായത് കള്ളവും പറഞ്ഞു. ലേഖകനോട് ആടിനോടുള്ള വല്ലാത്ത സ്നേഹം കണ്ടപ്പോൾ എന്താണ് സഹി സൂചന, ശരിയായ കാര്യവും പറഞ്ഞു കൊടുത്തു.
അത്രയാണ് കാരണം അല്ലേ. അപ്പോൾ എഴുതിയെടുക്കുക, തെറ്റുകൂടാതെ. ഏതാണോ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാനുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ വൃത്തിയായിട്ട് എഴുതുക. ഇന്ന് തന്നെ മാക്സിമം എല്ലാവരും സെൻഡ് ചെയ്ത് തരിക. നാളേക്കൊക്കെ ഒരു വിധം പറ്റാത്തവർ മാത്രം നാളേക്ക് മാറ്റി വെച്ചാൽ മതി. അല്ലാത്തവർ ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരിക കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. सेकेंड एक्टिविटी नंबर 2, उदाहरण के अनुसार दिए गए उत्तरों को प्रश्न बनाए. प्रश्न बनाए मीन्स എന്താ, സീ ദ എക്സാമ്പിൾസ് ആൻഡ് മേക്ക് ക്വസ്റ്റ്യൻസ് ഫോർ ആൻസേഴ്സ്. ഈ എന്താണ്, ആൻസറിന് തന്നിരിക്കുന്ന ആൻസറിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ഇത്രയും കാലം നമ്മളെന്താണ് ആൻസറാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ നമ്മൾ ആൻസർ ഉണ്ടാക്കി. ഇനി തന്നിരിക്കുന്ന ആൻസേഴ്സിന് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇത് മായ്ക്കാൻ പോവുകയാണ്. ആൻസർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത്രയും സമയം ചെയ്തത് എന്താ, ക്വസ്റ്റ്യൻ വേർഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് ആൻസർ എഴുതുന്നത്. ഇനി എഴുതേണ്ടത് ആൻസർ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബക്കരി കെ ബച്ചേ കി ഖാൽ മക്മൽ കി തരഹ് മുലായം ഥി അല്ലേ. ബക്കരി കി ബച്ചേ കി ഖാൽ എന്താണ്, അതിൻ്റെ ശരീരം എന്തുപോലെ ആയിരുന്നു, വെൽവെറ്റ് പോലെ മൃദുലവും സോഫ്റ്റും ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ബക്കരി കെ ബച്ചേ കി ഖാൽ കൈസി ഥി, അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ, ബക്കരി കോ സവേരെ സവേരെ ഖേത്തോ മെനെ കൂംന പസന്ത് ഹേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവാം, ബക്കരി കോ സവേരെ സവേര ഖേത്തോമേ എന്നുള്ളത് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ കഹാന്ന് എഴുതുക. ഖേത്തോമേ അതാണ് ആൻസർ. ഖേത്തോമേ എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ എഴുതുക കഹാം, എവിടെ. ഓക്കെ, അപ്പം എങ്ങനെ വരും, ബക്കരി കോ സവേരെ സവേരെ കഹാം ഘൂമന പസന്ത് ഥ. തേർഡ് വൺ, നീലം ഫാടക് പാസ് ആ ഗയി. അവിടെ ഫാടക് എന്ന് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത്. ഫാടക്, നീലം എവിടെയാണ് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ എഴുതുക. അവിടെ എന്താ എഴുതേണ്ടത്, കിസ്കെ. ഫാടക് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ കിസ് എന്ന് എഴുതി കൊടുത്താൽ മതി. നീലം ഫാടക് പാസ് ആകെ, നീലം എവിടെ എത്തി, ഗേറ്റിൻ്റെ അവിടെ എത്തി. നീലം എവിടെ എത്തി എന്നാണ് ചോദ്യം. അപ്പോൾ എവിടെ എത്തി, ഗേറ്റിന് അവിടെ എത്തി. അപ്പോൾ ഫാടക് എന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ കിസ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതുക, നീലം കിസ്കെ പാസ് ആകെ. ഇനി ഫോർത്ത് വൺ, മൗസി ഫൂൽ പൗധോ കോ ചുക്ക് കർ ദേഖ്തി ഥി. മൗസി, ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ടത് ഫൂൽ പൗധോം. ഫൂൽ പൗധോം എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ എഴുതുക കിൻ. എന്തിനെയാണ് നല്ല സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നത്, എന്തിനെയൊക്കെയാണ് നന്നായിട്ട് കുനിഞ്ഞു നിന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്, മൗസി. മൗസി മീൻസ് ആൻറ്റി. എസ് ഫൂൽ പൗധോം കോ. അപ്പോൾ കിൻ അവിടെ ഫൂൽ പൗധോം സ്കിപ്പ് ചെയ്തിട്ട് അവിടെ കിൻ എന്ന് ചേർത്ത് കൊടുത്താൽ ആൻസറായി, ക്വസ്റ്റ്യനായി. അടുത്തത് ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് തരുന്നത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട, ടെക്സ്റ്റിനകത്ത് ഫില്ല് ചെയ്താൽ മതി. പാഠ് സെ ചുൻകർ 5 ശബ്ദയുഗ്മ ലിഖേ. ചൂസ് 5 പെയറിംഗ് വേർഡ്സ് ഫ്രം ലെസൺ ആൻഡ് റൈറ്റ്. അതായത് പശു പക്ഷി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വായിച്ചാൽ അത് കിട്ടും. ചാപ്റ്റർ വായിക്കാനുള്ള ഒരു ട്രിക്കും കൂടിയാണിത്. ടേട്ടെ മേട്ടെ, ആസ് പാസ്, രംഗി ബിരങ്കി. അതായത് പെയറിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൻറ്ററിലൊരു ഹൈഫൺ ഇട്ട് കൊടുക്കും വേർഡ്സിൻ്റെ കേട്ടോ. പശു, പക്ഷി, ഇങ്ങനെയുള്ള പെയറിംഗ് വേർഡ്സ് ഒരുപാട് ചാപ്റ്ററിനകത്തുണ്ട്. അതിൽ 1, 2, 3, 4, 5 5 വേർഡ്സാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അല്ലേ. 5 പെയറിംഗ് വേർഡ്സ്. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
വർണ്ണവിച്ഛേദ് കർക്കെ ലിഖേം. വർണ്ണവിച്ഛേദം നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നോക്കട്ടെ. വർണ്ണവിച്ഛേദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററാ? സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു തവണ വർണ്ണവിച്ഛേദം പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നന്നായി ശ്രദ്ധിക്കുക. വർണ്ണവിച്ഛേദം എന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ്. അത് നിങ്ങൾ കളയരുത്. ഒരു പണിയില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർണ്ണവിച്ഛേദം. സ്പെല്ലിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരവും ഒരു ലെറ്ററും എന്താണ് എങ്ങനെയുള്ള ലെറ്റർ? സ്വരാക്ഷരമല്ല, വ്യഞ്ജനാക്ഷരങ്ങൾ. സ്വരാക്ഷരം മീൻസ് ആ മുതൽ ആ ഇ ഈ ഉ അല്ലേ? അതാണ് സ്വരാക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങളൊന്നും തന്നെ സ്വരങ്ങൾക്ക് കൂടാതെ നിൽക്കാൻ സാധിക്കില്ല. അപ്പം എക്സാമ്പിൾ, ക എന്നുള്ള അക്ഷരം ഒരിക്കലും ഈ ഒരൊറ്റ അക്ഷരമല്ല. ഇതിനോട് കൂടി ഒരു സ്വരം ചേർന്ന് വരുന്നുണ്ട്. അത് ഏതക്ഷരം? ക പ്ലസ് ആയാണ് എന്ത്? ക എന്ന് പറയുന്നത്. എന്താണ്? ക. ഇവിടെ അടിയിലൊരു ഒരു വര ഇട്ട് കൊടുക്കണം. അപ്പോൾ ക എന്നാവുള്ളൂ. ക പ്ലസ് ആ ഈക്വൽ ടു ക. ഇനി ക എന്നാണെങ്കിലോ ഒരു വ്യഞ്ജനം. ക മാത്രമല്ല, ക പ്ലസ് ആ ക. ഈ അക്ഷരം മാത്രമേ ഈ മായാണെങ്കിലും മാ എങ്ങനെയാ? മ പ്ലസ് ആ. സായാണെങ്കിലോ സ് പ്ലസ് ആ. സി ആണെങ്കിലോ സ് പ്ലസ് ഇ. ഇ അല്ല ഇ. സി ആണെങ്കിലാണ് സ് പ്ലസ് ഇ. അപ്പോൾ വലത്തോട്ട് വള്ളിയിടുമ്പോൾ ഇതിന് ഇവിടെ ഒരു വര കൊടുക്കണം. ഇടത്തോട്ടാണ് വള്ളി എന്നുണ്ടെങ്കിൽ ഇതിനെന്ത് വേണ്ട? ദീർഘം വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളാണെങ്കിൽ വ്യഞ്ജനാക്ഷരം ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ. ഇതൊക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഈ ഒരൊറ്റ വ്യഞ്ജനാക്ഷരത്തിനും സ്വരങ്ങൾ കൂടാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ പകുതിയെ ഉച്ചരിക്കുള്ളൂ. സ്വരം ചേരാത്ത വ്യഞ്ജനാക്ഷരത്തെ നമുക്ക് പകുതിയെ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വ്യഞ്ജനാക്ഷരത്തിനും കൂടെ എന്തുണ്ട്? ഒരു സ്വരമുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ക എന്നുള്ള അക്ഷരം വെറും ക അല്ല, ക പ്ലസ് ആ ചേർന്നതാണ് എന്ത്? ക. ക ആണെങ്കിൽ ക പ്ലസ് ആ ചേർന്നിട്ടാണ് ക ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓരോ വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ഓരോ സ്വരങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ സ്വരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന സ്വരത്തെ നമ്മളൊന്ന് സെപ്പറേറ്റാക്കി കാട്ടിക്കൊടുക്കണം. അതാണ് സ്പെല്ലിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മളൊന്നുകൂടെ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. ഫസ്റ്റ് വേർഡ് ദൃഷ്ടി. കണ്ടോ നിങ്ങൾ? ദൃഷ്ടി എന്നെങ്ങനെ എഴുതിയിട്ടുള്ളത്? ദ എന്നുള്ളത് ഒരു എന്താണ്? വ്യഞ്ജനാണ്. അതുകൊണ്ട് തന്നെ ദായുടെ കൂടെ എന്തുണ്ടാവും? ആ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആ ചേർന്നിട്ടില്ല. എന്താ കാരണം? അവിടെ ദൃ എന്നാണ്, ദ എന്നേ വരുന്നുള്ളൂ, പകുതി ഉച്ചരിക്കുന്നുള്ളൂ. അപ്പോൾ ആൻ്റെ ആവശ്യമില്ല. അക്ഷരങ്ങൾ വ്യഞ്ജൻ ഫുള്ളായിട്ട് ഉച്ചരിക്കുമ്പോഴാണ് ആ ചേർക്കേണ്ടത്. ഇവിടെ ദൃ ദ ഉണ്ടോ? ദൃ എന്ന് പകുതിയെ ദായുടെ പകുതിയെ ഉച്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ആ വരാം. ദ എന്ന് വന്നാൽ മാത്രമേ ആ ചേർക്കേണ്ടാവുള്ളൂ. ഡി ആണെങ്കിൽ ഈ, ദു ആണെങ്കിൽ ഉ, ദീനാണെങ്കിൽ ഈ. ഇങ്ങനെ ഉച്ചാരണം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പം ദൃ എന്ന് വരുന്നത് ദ പ്ലസ് ഇറാണ്. ഇറ് പ്ലസ് ഷ് പ്ലസ് ട് പ്ലസ് ഇ. അതും ദൃഷ്ടി ഷായുടെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആ വരാത്തത്. ഷാ എന്നുള്ള ഉച്ചാരണം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ വരുമായിരുന്നു. അവിടെ ഷ് എന്നേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അവിടെ ആ ആവശ്യമില്ല. ദൃഷ്ടി. പിന്നെ ടായുടെ വള്ളിയാണെങ്കിൽ ഇടത്ത് സൈഡിലാണ്. അതുകൊണ്ട് അവിടെ ഈ മതി, ഈ വേണ്ട. അടുത്തതും കൃപ. കൃപ എന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കായുടെ പകുതിയെ നമ്മൾ ഉച്ചരിക്കുന്നുള്ളൂ അല്ലേ? ക്ക്. അതുകൊണ്ട് ആ വേണോ? വേണ്ട. ഋ പ്ലസ് പ. പാ എന്നാണ്. പാക്ക്
വേണ്ടത് ആ എന്ന് വേണം. ഉണ്ടോ? കൃപ, കൃപ. തേർഡ് വൺ ക്യാരി. അതും ഇതുപോലെ തന്നെ കായുടെ പകുതി പ്ലസ് യായുടെ ക്യാ പ്ലസ് ആ. ക്യാ എന്നല്ല, യാ എന്നാണ് ഫുള്ള് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് കാ പകുതിയുള്ളൂ. യാ ക്യാ പ്ലസ് പ്ലസ് ഈ എന്നാണ്. അതുകൊണ്ട് വലത്തോട്ടാണ് വള്ളി, അതുകൊണ്ട് അവിടെ വള്ളിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? ക്യാരി, കായുടെ പകുതിയുള്ള അവിടെ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് കാക്ക് ശേഷം ആ വേണ്ട. പ്ലസ് യാ എന്ന് ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് യായുടെ കൂടെ ആ വേണം. ക്യാരി. നെക്സ്റ്റ് ഫോർത്ത് വൺ ബക്കരി. ശ്രദ്ധിക്കുക. ബ പ്ലസ് ആ, ബ. ക പ്ലസ് പ്ലസ് ആ പ്ലസ് രി പ്ലസ് ഈ, ബക്കരി. കണ്ടോ? ബ, ഇത് രണ്ടും കൂടിയ ബ എന്നായി. ക രി, ബക്കരി. ഉണ്ടോ? ഫിഫ്ത്ത് വൺ ബച്ചി. അതും അതുപോലെ തന്നെ ബ പ്ലസ് ആയാണ് ബ. കണ്ടോ? ബ. നിച്ചി, ഡബിൾ ചായാണ് അവിടെ. അതുകൊണ്ട് എന്ത് വേണ്ട? ഇതിൻ്റെ ഇടയിൽ ആ വേണോ? വേണ്ട, അവിടെ പകുതി മാത്രമേ ഉള്ളൂ. ബച്ചി. കണ്ടോ? ബച്ചി. ശ്രദ്ധിക്കുക. കൃ എന്നുള്ള അക്ഷരം പ്ലസ് ഇറാണ്. പാ, പ്ലസ് ആ. ക്യാ, പ്ലസ് കണ്ടോ? ക്യാ രി. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിളാണ്. നന്നായിട്ട് ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നും. ഇതുപോലെയുള്ള ഒരുപാട് എല്ലാ വേർഡ്സും, ഹിന്ദിയിൽ എത്ര വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സ് മൊത്തം എന്താണ് ഇതുപോലെ ഒരു സ്പെല്ലിങ്ങും ഒരു വ്യഞ്ജനാക്ഷരവും സ്വരം ഇല്ലാതെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് വേർഡ് നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ സ്പെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. Page number 47, all of you take. Page number 47. दिए गए शब्दों के विलोम शब्द पाठ से जोड़कर लिखे. विलोम शब्द means opposite. Write opposites of given words from lesson. आगे आगे, पीछे पीछे. अप्रिय प्रिय, അപ്രിയ ഇഷ്ടമില്ലാത്തത്, പ്രിയ ഇഷ്ടമുള്ളത്. കഠോർ, ഹാർഡായിട്ടുള്ളതിനാണ് കഠോർ എന്ന് പറയാം. കോമൾ, സൗഭാഗ്യ, നല്ല ഭാഗ്യമുള്ള അല്ലേ. ദുർഭാഗ്യ, ഭാഗ്യമില്ലാത്തതിനാണ് ദുർഭാഗ്യം എന്ന് പറയാം. സ്വാദ്ഹീൻ, സ്വാദില്ലാത്ത. സ്വാദ്ഹീൻ, ഒരു സ്വാദുമില്ല, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ സ്വാദിഷ്ട്, ടേസ്റ്റി ആയിട്ടുള്ളതിനാണ് സ്വാദിഷ്ട് എന്ന് പറയാം. സംഭവ്, അസംഭവ്. സംഭവിൻ്റെ ഓപ്പോസിറ്റാണ് असंभव. ओके, नेक्स्ट दिए गए उदाहरण को पढ़कर समझे. रीड एंड अंडरस्टैंड द एग्जाम्पल. എന്താ എക്സാമ്പിൾ? मैं मुझसे कुछ देना चाहता था, मैंने जेबें टटोली. यहाँ दो वाक्यों को जोड़कर एक वाक्य बनाया गया है. मैंने ഉസേ കുച്ച് ദേനെ കെ ലിയെ ജേബൻ ടപ്പേലി. അതായത് സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുകയാണ്. അതായത് രണ്ട് സെൻറ്റൻസിനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സിമ്പിളാക്കിയിട്ട് ഒരു സെൻറ്റൻസിൽ എങ്ങനെ പറയാൻ പറ്റും. ഇപ്പം രാജു ഇന്ന് ക്ലാസ്സിൽ വന്നില്ല, രാജുവിന് പനിയാണ്.
അതുകൊണ്ട് രാജുവിന് പനിയാണ്, രാജു അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ വന്നില്ല, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. നമ്മൾ എന്താ പറയുക? രാജുവിന് പനിയായത് കാരണം അവൻ ഇന്ന് ക്ലാസ്സിൽ വന്നില്ല, രാജുവിന് പനിയാണ് അതുകൊണ്ട് അവനിന്ന് ക്ലാസ്സിൽ വന്നില്ല. അങ്ങനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ പറയുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഹാം ദോ വാക്യോं को छोड़कर एक वाक्य बनाए. മേം ഉസേ കുച്ച് ദേന ചാഹതാ ഥാ. ഞാൻ അവന് എന്തോ കൊടുക്കാൻ ആഗ്രഹിച്ചു. മേംനെ ജേബൻ ടട്ടോലി. ഞാൻ എൻ്റെ പോക്കറ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ അതിനെ സിമ്പിൾ സെൻറ്റൻസിലാക്കിയിട്ട് മേനെ ഉസേ കുച്ച് ദേനെ കേലിയെ, ഞാൻ അവന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ജേബൻ ടട്ടോലി, എൻ്റെ പോക്കറ്റ് സെർച്ച് ചെയ്തു. കണ്ടോ, 2 സെൻറ്റൻസിനെ ഒറ്റ സിമ്പിൾ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റി. അങ്ങനെ ഈ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനൊക്കെ നമുക്ക് മാറ്റണം. ലിസൺ. ഞാനിത് വായിക്കാൻ പോവാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. बगुले धारा के किनारे खड़े थे, वे मछलियों का शिकार कर रहे थे. ബഗുലെ ധാരാ കെ കിനാരെ ഖടേ थे, वे मछलियों का शिकार कर रहे थे എന്നുള്ളതിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ബഗുലെ ധാരാ കെ കിനാരെ ഖടേ ഹോക്കർ മछलियों का शिकार कर रहे थे. ബഗുലെ കൊക്കുകൾ ഒഴുക്കിനെതിരായിട്ട് നിന്നുകൊണ്ട് എന്തിനെ, മീനിനെ, ഫിഷിനെ എന്താണ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബക്കരി കാ ടാങ്കെ കംസോർ ഥി ഉന്മേ സ്ഫൂർത്തി ആഗയി. എങ്ങനെ എഴുതും? ബക്കരിയുടെ കാലുകൾ എന്താണ് ദുർബലമായിരുന്നു, അതിൽ പെട്ടെന്ന് എന്താണ് ഒരു എനർജി, സ്ഫൂർത്തിയാണ് എനർജി വന്നു. എങ്ങനെ എഴുതും? ബക്കരിക്ക് കംസോർ ടാങ്കോ മേ ബക്കരിക്ക് കംസോർ टांगों में स्फूर्ति आ गई. स्फूर्ति आ गई. ഉണ്ടോ? ബക്കരിയുടെ ആ ദുർബലമായ കാലുകളിൽ പെട്ടെന്ന് തന്നെ എന്തൊരു സ്ഫൂർത്തി അല്ലേ വന്നു. തേർഡ് വൺ, മേനെ പരിയോം കി കഹാനി പഠി തി. ഞാൻ ഏഞ്ചൽസിൻ്റെ കഥ വായിക്കുകയായിരുന്നു. മേനെ ഉസ്കാ നാം നീലം പരി രഖ് ദിയ. ഞാൻ അവളുടെ പേര് നീലം എന്ന് വെച്ചു. മേനെ പരിയോം കി കഹാനി പഠ്കർ. അങ്ങനെ എഴുതണേ. മേനെ പരിയോം കി കഹാനി, സിമ്പിൾ സെൻറ്റൻസ് ആക്കുമ്പോൾ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതാം. പഠ്കർ വായിച്ചിട്ട്, ഉസ്കാ നാം അവളുടെ പേര്, നീലം പരി രഖ് ദിയ. ഉണ്ടോ? സിമ്പിളല്ലേ? ഞാൻ ഏഞ്ചൽസിൻ്റെ കഥ വായിച്ചിട്ട് അവളുടെ പേര് നീലം എന്ന് വെച്ചു. ഫോർത്ത് വൺ, മാലി ദാദാജി കെ പാസ് ആയ വഹ് ബോല. പിന്നെ തോട്ടക്കാരൻ ഗാർഡനർ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു, അവൻ പറഞ്ഞു. അപ്പം എങ്ങനെ എഴുതാം? മാലി ദാദീജി കെ പാസ്, ദാദീജി കെ പാസ് അടുത്തേക്ക്, പാസ് ആയ എന്നുള്ളത് എന്താക്കും? ആക്കർ. ആയ വന്നു, ആക്കർ വന്നിട്ട്, ആക്കർ ബോല പറഞ്ഞു. ഉണ്ടോ? ആക്കർ ആയ പറഞ്ഞാൽ വന്നു, അപ്പോൾ അവിടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ആക്കർ എന്നാണെങ്കിൽ വന്നിട്ട് പറഞ്ഞു. മാലി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഫിഫ്ത്ത് വൺ, നീലം ആംഖോമേ ആംസൂഥേ. നീലത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. വഹൂസെ ബേച്ചിനെ നെഹി ലേ ജാ സക. അതാണ് വഹൂസെ ബേച്ചിനെ നെഹി. അദ്ദേഹം അവളെ വിൽക്കാൻ തോന്നിയില്ല. നീലം കി ആംഖോമേ, അത് നമുക്ക് എഴുതാം. നീലത്തിൻ്റെ കണ്ണുകളിൽ, ആംസു ദേഖ് കർ എഴുതിക്കൂടെ? ആംഖോമേ കണ്ണുകളിൽ, ആംസു ദേഖ് കർ കണ്ണുനീർ കണ്ടിട്ട്, വഹൂസെ ബേച്ചിനെ വിൽക്കാൻ
നെഹി ലേ ജാ സക കൊണ്ടുപോയില്ല. വൺസ് മോർ ലിസൺ. അതായത് ബക്കരിക്ക് ടാങ്കം കംസോർത്തി, കാലുകൾ എന്താണ് ദുർബലമായിരുന്നു. ഉന്മേ സ്ഫൂർത്തിയാകി എന്നുള്ളത് ബക്കരിക്ക് കംസോർ ടാങ്കോമേ, ദുർബലമായ കാലുകളിൽ സ്ഫൂർത്തിയാക്കി. അങ്ങനെയായി അല്ലേ, സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റിയപ്പോൾ. പരിയോങ്കി മേനെ പരിയോങ്കി കഹാനി പഠീഥി, അങ്ങനെ ആ പഠീഥി വായിച്ചിരുന്നു എന്നുള്ളത് മേനെ പരിയോങ്കി കഹാനി പഠിക്കർ വായിച്ചിട്ട് അവളുടെ പേരെന്തായിരുന്നു നീലം പരി രഖ്ദിയ. മാലി ദാദിജി കെ പാസ് ആയ വ ബോല എന്നുള്ളത് മാലി ദാദിജി കെ പാസ് ആക്കർ ബോല, വന്നിട്ട് പറഞ്ഞു. നീലം കി ആംഖോ മേ ആംസൂ ഥേ വഹ് ഉസെ ബേച്ചനെ നഹി ലേ ജാ സക, അവളുടെ കണ്ണിലെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ അവളെ വിറ്റില്ല. ഓക്കെ, ഹാവ് യു ഡൺ ആൻഡ് ഹാവ് യു ഗെറ്റ്? ഓക്കെ, ലാസ്റ്റ് വൺ, ലിസൺ വെൽ. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സിമ്പിളാണ് എല്ലാം. മേം ഔർ മേം. മേം എന്ന് വെച്ചാൽ ഞാനും, മേം എന്ന് വെച്ചാൽ ഇല്ലാണ് അർത്ഥം. ഇത് ഞാൻ, ഇത് ഇൽ. അപ്പം മാറിപ്പോകരുത്, സെൻറ്റൻസ് മാറി. രണ്ട് വര ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്നും, ഒരു വര മേമിനുള്ളതെന്നുണ്ടെങ്കിൽ ഇൽ, അതിൽ, ഇതിൽ, ബുക്കിൽ, പുസ്തകത്തിൽ, പേനയിൽ എന്നൊക്കെ എഴുതുമ്പോൾ ഈ മേമാണ് നമ്മൾ ഉപയോഗിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈം ഔർ മേം. ലേഖക് കെ ഘർ, ലേഖകൻ്റെ വീട്ടിൽ എന്നാണ് അവിടെ, അപ്പം മേം എന്നാ വരിക. ലേഖകൻ്റെ വീട്ടിൽ ഇൽ, മേം. പശു പക്ഷിയോं की कमी नहीं थी, അല്ലേ? അത് ഡാഷ് മछली पकड़ने बगुलों को देख रहा था. ഞാൻ എന്താണ് മീൻ പിടിക്കുന്ന ബഗുളകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നുള്ളതാണ് അവിടെ വരിക. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ എന്താണ് ഞാൻ, മേം, ഞാൻ മീൻ പിടിക്കുന്ന കൊക്കുകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി തേർഡ് വൺ ശ്രദ്ധിക്കാം. നീലം കോ വിദാ കർണെ, നീലത്തിനെ യാത്ര അയക്കാൻ ഞാൻ ഗേറ്റിനരികിൽ എത്തി. അപ്പോൾ അവിടെ എന്താണ് ഞാൻ, മേം. ഫോർത്ത് വൺ, മേരി ജേബ്, എൻ്റെ പോക്കറ്റിൽ, ജേബ് മേം, പോക്കറ്റിൽ, അപ്പോൾ ഈ മേമാണ് അവിടെ, ഇൽ. ഹാൽ ഹി മേം, ഈ അവസ്ഥയിൽ, ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ. ഞാൻ പരിയോങ്കി കഹാനി, അപ്പോൾ അവിടെ എന്താണ് മേം, അവസ്ഥയിൽ. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ പരിയോങ്കി കഹാനി പഠിച്ചു, ഞാൻ എന്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പരിയോങ്കി കഹാനി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? മേം എന്നാൽ ഞാനെന്നും മേം എന്നാൽ ഇല്ലെന്നുമാണ്, മറന്നു പോകരുത്. അപ്പോൾ സെൻറ്റൻസ് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എന്താണ് ചേർക്കേണ്ടതെന്ന്. അപ്പോൾ അവർ ചാപ്റ്റർ ഈസ് കംപ്ലീറ്റഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാം പോർഷൻസ് കവർ ചെയ്തു നമ്മൾ. അപ്പോൾ ഇനിയാണ് റിവിഷനും നന്നായിട്ട് പഠിക്കേണ്ടതും. 8 ചാപ്റ്റേഴ്സാണ് ടോട്ടലി. അപ്പോൾ 8 ചാപ്റ്ററും ഞാൻ എടുത്തു തീർന്നു. ഇനി റിവിഷനും ടെസ്റ്റ് പേപ്പറുകളും ആകണം. ഒക്കെ മിസ്സ് പറയുന്നതിനനുസരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യുക. നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. നോട്ട്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതുക. അതുപോലെ സമയത്തിന് തന്നെ എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. സമയം വൈകിപ്പോയാലെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, അതിൻ്റെ ടച്ചും പോവും, പിന്നെ ഒക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ അവസ്ഥയൊന്നും വരുത്താതെ കറക്റ്റ് സമയത്ത് തന്നെ എഴുതി സെൻഡ് ചെയ്യുക. അപ്പോൾ ടുഡേ ദാറ്റ്സ് ഇനഫ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.